എല്ലാവർക്കും സ്കൂൾ വിശേഷത്തിലേക്ക് സ്വാഗതം. 4ാം ക്ലാസ്സിലെ IT പാഠപുസ്തകത്തിലെ 13ാമത്തെ അധ്യായമാണ് ഇന്ന് പഠിക്കാനുള്ളത്. അമ്പിളി അമ്മാവന്റെ യാത്ര. വിണ്ണിന്മേൽ നിന്നും മന്ദസ്മിതം തൂവുമൻ വെൺമതി കൂമ്പേ, നിന്നെ ഈ അന്തിയിൽ അമ്മ തന്നംഗമേറിയൻ സോദരൻ അമ്മാവാ എന്ന് അലിഞ്ഞു വിളിക്കുന്നു. കുമാരനാശാൻ. ആശാന്റെ ഒരു കവിതയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്ക് ചെയ്യേണ്ടത്, ആകാശത്ത് മന്ദസ്മിതം തൂകി നിൽക്കുന്ന അമ്പിളി അമ്മാവിന് ജീവൻ നൽകിയാലോ എന്നൊരു ചോദ്യം ഇവിടെ കുട്ടി ചോദിക്കുന്നുണ്ട്. കോംപ്രസ് തുറന്ന് അമ്പിളി അമ്മാവിനെ വരയ്ക്കാം എന്ന പ്രവർത്തനമാണ് നമുക്കിന്ന് ചെയ്യേണ്ടത്. അതിൻ്റെ കുറച്ച് മാതൃകകൾ പാഠപുസ്തകത്തിൽ നൽകിയിട്ടുണ്ട്. ആ ചിത്രങ്ങളെല്ലാം ആദ്യം നോക്കി മനസ്സിലാക്കുക. നമുക്ക് നേരെ ഗെയിമിലേക്ക് പോകാം. ആപ്ലിക്കേഷൻസ്, എഡ്യൂക്കേഷൻ, കോംപ്രസ്. ഉല്ലാസക്കളികൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്നും വരകൾക്ക് ജീവൻ നൽകാം എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഗെയിം വിൻഡോ തുറന്നു വന്നു കഴിഞ്ഞു. ഇനി നമുക്കിവിടെ വെളുത്ത പശ്ചാത്തലമാണുള്ളത്. അമ്പിളിയമ്മാവനെ വരയ്ക്കണമെങ്കിൽ നമുക്ക് ഇരുട്ടാണ് വേണ്ടത്. അതിനാൽ നിറഞ്ഞ ചതുരം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു. തുടർന്ന് താഴെ 2 നിറങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ആദ്യത്തേത് കറുപ്പാണ്, രണ്ടാമത്തേത് ഒരു റോസ് നിറമാണ്. അത് മാറ്റി വീണ്ടും കറുപ്പാക്കി. അപ്പോൾ രണ്ടും കറുപ്പായി. ഇനി നിറഞ്ഞ ചതുരം എടുത്തതിന് ശേഷം മുകളിൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് താഴേക്ക് വലിക്കുക. ഇപ്പോൾ നമുക്ക് രാത്രിയായി, ഇരുട്ട് ലഭിച്ചു. ഇനി നമുക്ക് അമ്പിളിയമ്മാവനെ വരയ്ക്കാം. അതിനായി തൊട്ട് താഴെയുള്ള നിറഞ്ഞ വൃത്തം എടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്തു. താഴെ അപ്പോൾ കറുപ്പ് നിറമാണ് നേരത്തെ നൽകിയിരിക്കുന്നത്. അത് മാറ്റി 2 വെളുപ്പ് നിറം നൽകുക. ശ്രദ്ധിക്കുക, 2 വെളുപ്പ് നിറം നൽകണം. ഇപ്പം നൽകി കഴിഞ്ഞു. ഇനി അമ്പിളിയമ്മാവനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ വരയ്ക്കുക. മൗസിന്റെ ഇടത് ക്ലിക്ക് ഉപയോഗിച്ച് വലിച്ചാൽ മതി, അമ്പിളിയമ്മാവനെ ലഭിക്കും. നമുക്ക് ഈ വലുപ്പത്തിൽ ലഭിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നക്ഷത്രങ്ങൾ ആവശ്യമുണ്ട്. അതിനായി ചിത്രം, ഒരു കാറിന്റെ ചിത്രം കാണുന്നുണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്നും രണ്ടാമത്തേതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോഴിവിടെ ഒരു നക്ഷത്രത്തെ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നക്ഷത്രം വന്നു. അത് നമുക്ക് മുകൾ ഭാഗത്തേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിനാൽ തിരഞ്ഞെടുക്കുക എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ കൊണ്ടുവന്ന് വെക്കുക. കൂടുതൽ നക്ഷത്രങ്ങളെ ആവശ്യമുണ്ടെങ്കിൽ നേരത്തെ ചെയ്ത രീതിയിൽ തന്നെ ചിത്രം, കാറിൻ്റെ അതിൽ ക്ലിക്ക് ചെയ്തു തിരഞ്ഞെടുക്കുക എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് കൊണ്ടുവന്ന് മുകളിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കുക. ചെറുതാക്കണമെങ്കിൽ അതിൻ്റെ വശങ്ങളിൽ ക്ലിക്ക് ചെയ്ത് വലുതാക്കുകയോ ചെറുതാക്കുകയോ ചെയ്യാം. ഇങ്ങനെ ആവശ്യമുള്ളത്രയും നക്ഷത്രങ്ങളെ കൊണ്ടുവന്ന് വയ്ക്കുക. ഓരോ തവണയും ഓരോ നക്ഷത്രത്തെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതിൽ ഓരോ തവണയും ക്ലിക്ക് ചെയ്യണം. എങ്കിലേ നക്ഷത്രത്തെ മുകളിലേക്കോ താഴേക്കോ ചലിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. അക്കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. തെറ്റിപ്പോയാൽ മായ്ച്ചു കളയുന്നതിനായിട്ട് താഴെ ചിത്രത്തിന്റെ താഴെ ഒരു റബ്ബർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിത് മായ്ച്ചു കളയാവുന്നതാണ്. നക്ഷത്രങ്ങളെല്ലാം കൊണ്ടുവന്ന് വെച്ചു. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ചിത്രങ്ങൾ ഇതിൻ്റെ കൂടെ ചേർക്കാം. ഞാനിവിടെ ഒരു വീടിൻ്റെ ചിത്രം എടുക്കുന്നു, അത് ചേർക്കാൻ ആഗ്രഹിക്കുന്നു. വീടെടുത്തു, ചിത്രത്തിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ വീട് നടുക്കാണ് ഇരിക്കുന്നത്. അത് നേരത്തെ പറഞ്ഞ പോലെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് വലിച്ച് താഴെ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് അവയുടെ വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. വീണ്ടും മറ്റൊരു ചിത്രം എടുത്തു. ഞാനിവിടെ ഒരു വീടിനോട് ചേർന്ന ഒരു വണ്ടിയുടെ ചിത്രമാണ് എടുക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ള ഒരു കാറിൻ്റെ ചിത്രം ഞാനവിടെ ക്ലിക്ക് ചെയ്തു. അത് ആ വണ്ടി അവിടെ വന്നു കഴിഞ്ഞു. അവയെ വീടിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചു. അവയുടെ വലിപ്പം അരികുകളിൽ പിടിച്ച് വലിച്ച് ചെറുതാക്കി. അമ്പിളിയമ്മാവനെയും കാറിനെയും ചലിപ്പിക്കുക എന്നതാണ് അടുത്ത പ്രവർത്തനം. അതിനായിട്ട് താഴെ കുറേ ഫ്രെയിമുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഫ്രെയിമിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. അവിടെ 1 എന്ന് വന്നത് നിങ്ങൾ കണ്ടു കാണും. ഇനി തിരഞ്ഞെടുക്കുക എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു. തുടർന്ന് അമ്പിളിയമ്മാവനെ അല്പം വലത്തോട്ട് നീക്കി. അതുപോലെ കാറും ഞാൻ വെച്ചിട്ടുണ്ട്, അതിനെയും ഞാൻ നീക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അതിനെയും പതിയെ വലത്തോട്ട് നീക്കി.
അടുത്തത് രണ്ടാമത്തെ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നീല നിറം രണ്ടാമത്തെ ഫ്രെയിമിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. കാറിനെയും അമ്പിളിയമ്മാവനെയും മുന്നോട്ട് നീക്കുന്നു. അങ്ങനെ ഓരോ ഫ്രെയിമും മാറ്റി ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്തുക്കളെല്ലാം ഇതുപോലെ മുന്നോട്ട് നീക്കുക. നമുക്ക് ഇതിലൂടെ ഒരു ആനിമേഷൻ വീഡിയോ ലഭ്യമാകും. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പതിയെ പതിയെ മുന്നോട്ട് ഓരോ ഫ്രെയിമിലും നീക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ഫ്രെയിം താഴെ നൽകിയിട്ടുണ്ട്. അത് തീരുന്നത് വരെ പതിയെ മാറ്റി രണ്ടിനെയും മുന്നോട്ട് നീക്കുക. മുന്നോട്ട് നീക്കുമ്പോൾ ഒരേ ക്രമത്തിൽ നീക്കുവാൻ ശ്രദ്ധിക്കുക. ഒത്തിരി മാറ്റങ്ങൾ താഴേക്ക് മുകളിലേക്ക് പോയാൽ അവസാനം വീഡിയോ കാണുമ്പോൾ അത്ര മനോഹരമായിരിക്കുകയില്ല. അതുകൊണ്ട് മൗസ് ഉപയോഗിച്ച് നേരെ മുന്നോട്ട് നീക്കുവാൻ ശ്രമിക്കുക. അമ്പിളിയമ്മാവനെയും കാറിനെയും നമ്മൾ അവസാനം വരെ എത്തിച്ചു. 41 ഫ്രെയിം ഉണ്ട് ഇതിനകത്ത്. ഇനി നമുക്ക് ഇതിൻ്റെ മൊത്തം വീഡിയോ ആനിമേഷൻ ഒന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഇടതുവശത്തെ ഐക്കണിൽ രണ്ടാമത്തേതിൽ അനിമേഷൻ പ്രവർത്തിപ്പിക്കുക എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓരോ ഫ്രെയിമും മാറി മാറി വരുന്നത് നിങ്ങൾക്ക് കാണാം. താഴെ ഫ്രെയിമിൻ്റെ എണ്ണം നീങ്ങുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ചെയ്ത ആനിമേഷനും പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ അമ്പിളിയമ്മാവനും കാറും ഒരു വീഡിയോ പോലെ മുന്നോട്ട് ചലിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇതുപോലെ ചിത്രമെടുത്ത് നിങ്ങൾക്ക് കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ ആനിമേഷൻ സേവ് ചെയ്ത് വെക്കാം. അതിനായി മുകളിലെ സേവ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. തുടർന്ന് ആനിമേഷൻ എന്നൊരു പേര് നൽകി സേവ് ചെയ്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്തു സേവ് ചെയ്തു. ഇത്രയുമാണ് ഇന്നത്തെ പ്രവർത്തനം. ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയേക്കുക.